ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് അച്ഛൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോകാട്ടോ. അച്ഛൻ്റെ തറവാട്ടിലേക്കാണ്. തറവാട് അടുത്ത് തന്നെയാണ്. അന്ന് കല്യാണം കഴിഞ്ഞ് കസിൻ്റെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുത്താട്ടോ. അപ്പോൾ കാസർഗോഡ് ആയതുകൊണ്ട് തന്നെ ചെക്കൻ്റെ വീട് ഇവിടെ ആയതുകൊണ്ട് ചെക്കന് അവിടെ പോയി പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്നു. ഇനി പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ഇവിടെ ആട്ടോ പരിപാടി. അങ്ങനെ ഇത് നമ്മളെ നെയ്ബറാട്ടോ, അഫ്രീദ് എന്ന പേര്. അവൻ്റെ നമ്പർ ഇതാ സീറ്റിൻ്റെ ബാഗിൽ കൊടുത്തിട്ടുണ്ട്. അവൻ പറയാ എന്നോട് നീ ഒന്ന് വ്ളോഗിൽ എൻ്റെ നമ്പർ ഒന്ന് കാണിക്കാൻ. എന്താണെന്ന് വെച്ചാൽ ആവശ്യമുള്ള ആളല്ല ഈ ഒരു നമ്പറിൽ വിളിച്ചാട്ടാ. കണ്ണൂരാട്ടാ നമ്മളെ നാട്. അപ്പോൾ ഐബക്ക് നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെയാട്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെ കുറച്ച് ദൂരമുണ്ട്, കണ്ണൂരിൽ തന്നെയാണ്, കുറച്ച് ദൂരമുണ്ട്. എന്നാലും അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അച്ഛൻ്റെ പെങ്ങളെ മക്കളാണ്. മൂത്ത പെങ്ങളെ ഷാനിദ്, സിനാൻ എന്നാട്ട പേര്. അങ്ങനെ ഞാൻ വീട്ടിൻ്റെ ബാക്കിൽ നിന്ന് ഐബക്കാണെങ്കിൽ മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല കേട്ടോ. രാവിലെ തിരക്ക് പിടിച്ച് വരുന്നതായതുകൊണ്ട് തന്നെ അങ്ങനെ പൂച്ചനെയും കാക്കനെല്ലാം കാണിച്ചിട്ട് ഇങ്ങനെയെല്ലാം കുറച്ച് കഴിപ്പിച്ചിട്ട് അവന് ഫുഡ് കഴിക്കാൻ കുറച്ച് മടിയാണ്. അങ്ങനെ അവന് കൊടുത്ത് ബാക്കി ഞാൻ കഴിച്ചിട്ട് മുമ്പിൽ വന്ന് നോക്കുമ്പോഴാണ് ഇവിടെ എല്ലാ പണിയും എടുക്കലായിട്ട് ഇവർ. ഇത് തൻസീറാട്ടോ, അച്ഛൻ്റെ ഫ്രണ്ടാന്നും പറയാം. നമ്മളൊരു ഫാമിലി ഫ്രണ്ട് പോലെ തന്നെയാണ്. നല്ല എൻ്റെ ഒരു ബ്രദറിനെ പൊളിയാന്ന് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ഇത് അവർക്ക് വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കുന്ന ടേബിളും ചെയറും എല്ലാം ഇട്ട് വെക്കുന്നുണ്ട്. ഇതെല്ലാം ഉപ്പാൻ്റെ സാധനം ആയതുകൊണ്ട് തന്നെ ലോറിയിൽ തന്നെ ഇവരെല്ലാവരും കൂടി വന്നത് കേട്ടോ. അപ്പോൾ ഇതാ വയ്യപ്പുറം ഞാൻ വീണ്ടും വന്നിട്ടോ. ആച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കട്ടെ എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇവിടെ ഇതാ ഇവരെല്ലാവരും കൂടിയിട്ട് അച്ഛൻ്റെ കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് എല്ലാം സെറ്റാക്കി വെക്കുന്നതാണ് അവർ വരുമ്പോഴത്തേക്ക്. അപ്പോഴത്തേക്ക് അകത്തുനിന്ന് ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ വിളിച്ചിട്ട് പറയുന്നത് ഇതെല്ലാം വീഡിയോസ് എടുത്തോന്ന് പറഞ്ഞ് അച്ഛൻ്റെ. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇത് അപ്പത്തരങ്ങളും മുട്ടമാലിയും എല്ലാം ഓരോരോ ആൾക്കാർ ആക്കിയതും പിന്നെ കുറച്ചെല്ലാം ഇവിടുന്ന് ആക്കിയതും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടിയിട്ട് കുറച്ച് സെവനപ്പും കാര്യങ്ങളും. കാസർഗോഡുകാർക്ക് മസ്റ്റാണ് സെവനപ്പ്. അങ്ങനത്തെ എല്ലാം ഇങ്ങനെ ഫുഡിൻ്റെ കൂടെ വെച്ച് കൊടുക്കൽ. അങ്ങനെ അവരെല്ലാം വന്നിട്ടുണ്ട്. അവർ ഫസ്റ്റ് കുറച്ചാൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ അകത്തെല്ലാം ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ വണ്ടിയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന ആൾക്കാരെല്ലാം ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ഫാമിലി എല്ലാവരും കഴിക്കാനിരുന്നിട്ടാ. ഇത് അച്ഛൻ്റെ ആറ്റാൻ്റെ മോളാണ്, ജുബ്രിയാന്ന് കേട്ടോ പേര്. അപ്പോൾ നമ്മളെല്ലാവരും ലാസ്റ്റായിട്ടായിരിക്കാം തിന്നാൻ വേണ്ടിയിട്ട് ഇരുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് പൊറോട്ടയും വെച്ചാൽ മാറിപ്പോയി അതെല്ലാം കഴിച്ച് നമ്മൾ ഇങ്ങനെ വർത്താനത്തിരുന്നു കേട്ടോ. ഇത് അച്ഛൻ്റെ നേരെ ഇളയ ബ്രദറാട്ടോ ഫിറോസ്. പിന്നെ ഇതാണ് കേട്ടോ മൂത്ത ഇത്താത്തയാണ് അച്ഛൻ്റെ. അങ്ങനെ എല്ലാവരും പരിപാടിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചെക്കനും പെണ്ണും കൂടിയിട്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് കാസർഗോഡേക്ക് പോക്കാട്ടോ. ഇവരെ കൂടെ തന്നെ പോകും. അപ്പോൾ ഓള് എല്ലാവരോടും ഇങ്ങനെ യാത്ര പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ ഉപ്പയാട്ടോ ആടെ ഇരുന്നിട്ട് ഇപ്പം യാത്ര പറയുന്നുണ്ടായിരുന്നത്. അങ്ങനെ അവരെല്ലാം പോയി. അച്ഛൻ്റെ പണി തുടങ്ങിയിട്ടോ. ഇവരെല്ലാവരും ആ സമയം തന്നെ കസേല എടുത്തൊക്കെല്ലോ കഴിഞ്ഞു. ഇത് മറ്റേ ഇതിൽ പറഞ്ഞ പോലെ അച്ഛൻ ചാകാൻ കാത്തിക്കുന്നത് കട്ടിലയ്യാന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നമ്മൾ ചായ കുടിയെല്ലാം കഴിഞ്ഞ് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ നമുക്കൊരു ഓട്ടോറിക്ഷ, ഒരു മൂങ്ങ ഓട്ടോ ഇല്ലേ, മൂങ്ങ ഓട്ടോ കുറച്ച് ആൾക്കാരെ അധികം എടുക്കാൻ പറ്റി ഇതിലാവുമ്പോൾ. അപ്പോൾ ആ ഒരു ഓട്ടോ നമുക്ക് ഒപ്പിച്ചെന്ന് അച്ചിയും ഇച്ചൂസും ഐബക്കെല്ലാം ലോറിയിലാട്ടോ പോയത്. അവർ സാധനമെല്ലാം കൊണ്ടുപോകുന്ന ലോറിയിൽ. അങ്ങനെ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ, ഈ ഒരു വ്ളോഗ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്